ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നിപ്പോൾ ഞാൻ ഒരു വൈകുന്നേരത്തെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്നും രാവിലത്തെ വീഡിയോകളാണ് അധികം ഉണ്ടാവല്. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഒരു കറി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ വൈതളങ്ങ കടയിൽ നിന്ന് കൊടുന്നിട്ട്, അപ്പോൾ ഈ പ്രാവശ്യം കൊടുന്ന വൈതളങ്ങക്ക് എനിക്ക് ഒരു കട്ടിപ്പ് പോലെയാണ് തോന്നിയിട്ടുള്ളത്, ഒരു കറുള്ള പോലെ. പക്ഷെ വൈതളങ്ങ വേവിക്കുമ്പോഴൊന്നും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. അപ്പോൾ ഞാനത് എന്ത് ചെയ്തു, ഞാനിന്ന് എൻ്റേതായിട്ടുള്ള ഐഡിയയിൽ എനിക്ക് തോന്നിയതാണ് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കട്ടെ വെച്ചിട്ട്. അതിൽ ഞാൻ ആ വൈതളങ്ങ കംപ്ലീറ്റ് ഒന്ന് വട്ടത്തിൽ നുറുക്കിയെടുക്കണം. വട്ടത്തിൽ നുറുക്കിയെടുക്കണം എന്താ വെച്ചാൽ ഇതേ പീക്കള എന്ത് ചെയ്യണ്ടെങ്കിൽ കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ വൈതളങ്ങ കുഴപ്പമൊന്നുമില്ല, മൂത്തിട്ടൊന്നുമില്ല കേട്ടോ, നല്ല ഇളയ വൈതളങ്ങയാണ്. അപ്പോൾ ഞാനത് കംപ്ലീറ്റ് ഒന്ന് നുറുക്കിയിട്ട് ഒന്ന് കഴുകിയെടുക്കുകയാണ്. കഴുകിൻ്റെ ശേഷം അടുപ്പത്ത് വെച്ചുകൊണ്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാൻ വിചാരിച്ചു. ഒരു പകുതി വേവ് ആവുന്നത് വരെ ഒന്ന് തിളപ്പിച്ചിട്ട് ആ വെള്ളം ഒഴിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ആണ് ഇപ്പോൾ ചെയ്യണത്. പക്ഷേ ഇത് ഉണ്ടാക്കി വന്നപ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ചോറിൽ കുഴച്ച് കഴിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ചപ്പാത്തിക്ക് അതേമാതിരി പൊറാട്ടയ്ക്കോ ഒക്കെ തിന്നാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് ആദ്യമായിട്ട് ചെയ്തതാണെങ്കിലും ടേസ്റ്റിനൊരു കുറവുമില്ല. അപ്പോൾ ഞാൻ ഒരടുപ്പത്ത് ഇത് തിളപ്പിച്ചാൻ വെച്ചേക്കാനെ മറ്റേ അടുപ്പത്ത് കാക്കാക്കുള്ള കഞ്ഞി തീമട്ടിട്ടുണ്ട്. ഞാൻ പിന്നെ കഞ്ഞി തീമടുമ്പോൾ തന്നെ അതിലേക്കുള്ള ഉപ്പും കൂടി ചേർത്ത് കണ്ടാണ് ഒന്ന് വിസിലടുപ്പിച്ചെടുക്കുക. വിസിലിങ്ങനെ അധികം അടുപ്പിക്കില്ല, ചെറിയ തീയിലാക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് രണ്ട് തിളക്കുമ്പോൾ തന്നെ ജസ്റ്റ് വിസിലുകൾ വരുമല്ലോ. അപ്പോൾ അങ്ങനെ ഇട്ട് അടുപ്പിച്ച് അങ്ങനെ ഒരു 3-4 പ്രാവശ്യം അങ്ങനെ അടുപ്പിച്ചെടുക്കുക ചെയ്യൽ. അപ്പോൾ നമ്മൾ വൈതളങ്ങ അതാ ഇങ്ങനെ കളറ് മാറി വരുന്നുണ്ട്. നല്ലൊരു കളർ, പിന്നെ ആ വെള്ളത്തിന് തന്നെ നല്ലൊരു കട്ടിപ്പും കളറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ നിങ്ങൾക്ക് കട്ടിപ്പ് തോന്നലുണ്ടാകുന്ന എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇനി ഇത് ഇങ്ങനെ തിളപ്പിക്കുന്ന സമയത്ത് മഞ്ഞളിട്ടുകാണ്ട് വേണമെങ്കിലും തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഈ വെള്ളം ഒഴിവാക്കാനുള്ള ഇല്ലാച്ചിട്ട് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ചൂടാറിൻ്റെ ശേഷം അതിൻ്റെ തൊലി കളഞ്ഞുകാണ്ട് എടുക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതാ ഞാനത് ഊറ്റാൻ വേണ്ടിയിട്ട് വെച്ചേക്കാണ്. അപ്പോൾ അത് നമ്മൾ കഞ്ഞി തളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മൂടി വെച്ച് വിസിലിട്ട് കൊടുത്തു. ഇനി ഒരു അടുപ്പത്ത് ചട്ടി വെച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് അതിൽ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് വഴറ്റിന് ശേഷം അത് അത്യാവശ്യം ഒന്ന് മൂത്ത് വരണം. അത് അധികം കറുത്ത് മൂക്കും വേണ്ട. ഇനി ഇത് ചതച്ചിടിനെക്കാട്ടി ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക നിങ്ങൾക്ക് ചെറുതാക്കി കട്ട് ചെയ്തിടുമ്പോഴാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് വേണ്ട പച്ചമുളക്, ഇത് തരം ചീനാമുളക് കേട്ടോ. പിന്നെ ഒരു 1.5 വല്യുള്ളി, വലിയ വല്യുള്ളി ആണെങ്കിൽ ഒരു വല്യുള്ളി മതി. വലിയ കട്ടാക്കിയിട്ടാണ് ഞാനത് കട്ട് ചെയ്തത്. അപ്പോൾ അതും നല്ലതായിട്ടൊന്ന് വഴന്ന് വരണം. ആ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് ഇട്ട് കൊടുക്കട്ടെ, എന്നാൽ പെട്ടെന്ന് വഴന്ന് വരും. ഇതാ വൈതളങ്ങ വെള്ളമൊക്കെ മാറ്റിയിട്ട് വെച്ചതാട്ടത്. ഞാൻ ഇതിൻ്റെ തോല് വേണമെങ്കിൽ ഇങ്ങനെ എടുത്താൽ ഒന്ന് നല്ല പേസ്റ്റാക്കി എടുക്കാനും പറ്റും. പച്ചമുളക് ഇതാ നടുകൊക്കെ കീറിയിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അന്നങ്ങനെ ഇട്ടേക്കാണോന്ന്. നടുക് കീറിയിട്ടുണ്ട്. പിന്നെ വലിയൊരു തക്കാളിയും വലിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുത്തേക്കാണ്. ഇത് കേബേജ് ആട്ടോ. കേബേജും ഒരു ചെറിയൊരു കഷ്ണം കേബേജും അതേപോലെ അതിലേക്ക് ഇട്ട് കൊടുത്തേക്കാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് അത്യാവശ്യം ഒന്ന് വഴന്ന് വരണം. തക്കാളിയിൽ തന്നെ നമ്മൾ ആ തോലൊക്കെ ഇങ്ങനെ നീങ്ങണ ആ സമയം വരേക്കൊന്ന് വഴന്ന് വരാം. അതിനുശേഷം ഒരു ചെറിയൊരു ക്യാപ്സിക്കത്തിൻ്റെ കഷ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതും അതിലേക്ക് ഇട്ട് കൊടുത്തിക്കണ്. പിന്നെ നമ്മൾ റെഡിയാക്കിയ വൈതളങ്ങയും കൂടി ഇട്ടുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അത് ചട്ടിയിൽ ഇങ്ങനെ ഇടുങ്ങിയ ചട്ടി ആയതുകൊണ്ട് മിക്സ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ചട്ടി ഇങ്ങനെ ഇളകിക്കൊണ്ട് നമ്മളിങ്ങനെ ഇളക്കുന്ന സമയത്ത് ഇളകിക്കൊണ്ട് നിൽക്കുന്നത്. പിന്നെ വെള്ളമൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല. ഇതിൽ നിന്നൊക്കെ ഉള്ള വെള്ളം നിങ്ങൾ തന്നെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ വെള്ളമാണ് ഇപ്പോൾ ആ തളിച്ചുകൊണ്ട് നിൽക്കുന്നത്. പിന്നെ അതിലേക്കുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. നമ്മൾ വൈതളങ്ങ വേവിച്ചപ്പോൾ ഉപ്പ് ഇട്ടേക്കണം. അപ്പോൾ അതിനനുസരിച്ചുള്ള ഉപ്പാണ് പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് എത്ര ആവശ്യം വെച്ചാൽ അതിനനുസരിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാൻ ഇന്ന് മഗ്‌രിബിന് ശേഷമാണ് ഇത് ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പോയിക്കാണ്ട് തയ്ക്കുന്നുണ്ട് കേട്ടോ. ഒരു ചുരിദാർ തയ്ച്ചു കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിലൊക്കെ പോയിക്കാണ്ട് ചുരിദാറിൻ്റെ പണി ഇങ്ങനെ റെഡിയാക്കി കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ചുരിദാർ കുറേ ദിവസമായിക്കണം ഞാൻ വെട്ടി വെച്ചിട്ട്. തയ്ക്കാൻ ഇരുന്നാൽ പെട്ടെന്നാണ് തയ്ക്കും. തയ്ക്കാൻ ഇരിക്കാൻ കുറച്ചൊരു മടിയാണെന്നുള്ളത്. ഇരുന്ന് കഴിഞ്ഞാൽ എനിക്കത് കംപ്ലീറ്റ് ആവാതെ ഞാൻ നീക്കില്ല. അപ്പോൾ ഇത് ഓരോ പ്രാവശ്യം ജസ്റ്റ് ഇളക്കി കൊടുക്കാൻ വരുന്ന സമയത്തൊക്കെ മൂടി വെച്ചുകൊണ്ട് ഞാൻ ഈ ചുരിദാർ തയ്ച്ച് കൊണ്ട് നിൽക്കുകയാണ്. ഇതിപ്പോൾ കമ്മീസാണ് ഞാൻ തയ്ക്കണത്. അപ്പോൾ കൈഭാഗം തയ്ച്ചു കൊണ്ട് നിൽക്കുക കേട്ടത്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ
പിന്നെ ഉമ്മ 2-3 ചുരിദാർ ഞാനും കൂടി അറിയാതെ ഗിഫ്റ്റായിട്ട് എനിക്ക് വാങ്ങിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നെ തന്നെ കൂട്ടിക്കണം. കാരണം വെച്ചാൽ ഞാൻ കൂടി അറിയാതെ ഈ ഒരു എന്തിനോ കടയ്ക്ക് ഉമ്മക്ക് പോകണമെന്ന് പറഞ്ഞ് പോയി. അവിടുന്ന് ഇമ്മ അപ്പോഴാണ് ഞാൻ തന്നെ അറിയണത് എനിക്ക് ചുരിദാർ വാങ്ങാനാണ് പോയതെന്ന്. അതേമാതിരി ഒരു പ്രാവശ്യം ചെറിയ ആങ്ങളെയും ഒരു സെറ്റ് ചുരിദാർ വാങ്ങിച്ചിട്ട് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ചുരിദാറിൻ്റെ പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കൈയൊക്കെ അടിച്ച് കഴിഞ്ഞൊക്കെ ആയപ്പോൾ തന്നെ നമ്മളെ കൂട്ടാൻ നമുക്ക് റെഡിയാക്കാൻ നോക്കാൻ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അയിമക്ക് പോകുന്നുണ്ട്. പിന്നെ അന്ന് തന്നെ ഞാൻ കംപ്ലീറ്റും ചുരിദാറിൻ്റെ പണി കംപ്ലീറ്റ് ആക്കിയിട്ടാണ്. കാരണം വെച്ചാൽ അത് നമ്മൾ തയ്ക്കാതിരുന്നാലും ഒരു 3/4 മണിക്കൂർ വെട്ടലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 3/4 മണിക്കൂർ കൊണ്ട് നമുക്ക് എന്തായാലും തയ്ച്ച് കഴിയാം. പക്ഷെ അതിനൊരു ഇത് വരണം, നമ്മൾക്ക് തയ്ക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, അത് വരണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഇഷ്ടപ്പെട്ട വീഡിയോ ആണെങ്കിൽ ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എപ്പോഴും പറയണത് അതാണ് നിങ്ങളോട്. അപ്പോൾ എപ്പോഴും പറയേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും ഞാനത് പറയണമെന്നുള്ളൂ. അപ്പോൾ ഇത് ലൈനിങ് ഇടാതെ എന്നെ തയ്ച്ചെടുക്കണത് കോട്ടൻ്റെ ചുരിദാറാണ്. പിന്നെ എനിക്കൊരു ചതി പറ്റിയത് എന്താ വെച്ചാൽ ഞാനൊരു 5 പീസ് ചുരിദാർ സെറ്റ് എടുത്തൊക്കെയായിരുന്നു. അപ്പോൾ എടുത്ത് വന്ന് നോക്കിയപ്പോൾ ഇതിൻ്റെ ഒരു നീലയും ഇതും ഒരേപോലത്തെ മോഡലായി മാറി. അത് ഇപ്പോൾ ഞാൻ വെട്ടന് കുറച്ച് മുന്നാണ് വാങ്ങിച്ചിട്ട് കുറച്ചായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ എങ്ങനെയോ നന്നായിട്ടാണ് വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ ആ ഉടനെ തന്നെ നമുക്ക് കടയിൽ കൊണ്ടുപോയി മാറ്റുകയൊക്കെ ചെയ്യായിരുന്നു. അപ്പോൾ വാങ്ങിച്ചിട്ട് ഇപ്പോൾ 2 മാസത്തിൻ്റെ മേലായി, 2 മാസത്തിൽ കൂടുതലായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ കമ്മീസ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാലും ഷാളും ഉപയോഗിച്ച് വേറെ ടോപ്പ് വാങ്ങുമ്പോൾ അതിലേക്ക് മാറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ വെച്ചേക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ വീണ്ടും നമ്മൾ അടുപ്പത്തേക്ക് തന്നെ വന്ന് നോക്കിക്കണം. ഇവിടെ ചെറിയ തീയിലിട്ടുകൊണ്ട് പോയതായിരുന്നു. അപ്പോൾ ഇതിലെ ഉപ്പും ഒക്കെ ഒന്ന് കറക്റ്റാಗಿ നോക്കി നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത്, അപ്പോൾ അതിൻ്റെ നല്ല വെന്തും ചെയ്തു, എല്ലാ ടേസ്റ്റും ഇതിമ്മക്ക് പിടിച്ചും ചെയ്ത് കേട്ടോ. അപ്പോൾ കണ്ടിട്ട് നമ്മളൊരു തുള്ളി പോലും വെള്ളം ഒഴിച്ചിട്ടില്ല. എന്നാൽ തന്നെ അത് നല്ല കറക്റ്റ് ഇതായി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ കഞ്ഞിൻ്റെ ഗ്യാസും ഓഫാക്കാനായിട്ടുണ്ട്. കണ്ടിട്ട് നമ്മൾ ചുരിദാർ തയ്ച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിക്കണം. ഈ ചുരിദാർ തയ്ച്ചതെന്ന് പറയണം കേട്ടോ. അപ്പോൾ അതാ ഇനി ഭക്ഷണമൊക്കെ കഴിക്കാൻ റെഡിയാവുക നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വേണം, നമ്മൾ തയ്ച്ചിട്ട സ്ഥലമൊക്കെ അങ്ങനെ വൃത്തികേടായി കിടക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണം. എനിക്കതൊക്കെ പെട്ടെന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഇതാണ്. അപ്പോൾ നമ്മൾ ചുരിദാർ തയ്ച്ച് കഴിഞ്ഞോടത്ത് അതിൻ്റെ വേസ്റ്റ് വെറുക്കാനും ഒക്കെ ഉണ്ട്. പിന്നെ ഒരു പാത്രത്തിൽ ഫ്രൂട്ട്സൊക്കെ വെക്കലെന്ന് വെച്ചാൽ ഒരു ചൈന പോട്ടിൻ്റെ ഒരു പാത്രം ഉണ്ടായിരുന്നു നമ്മുടെ അടുത്ത് നിന്ന്. അത് അടുപ്പത്ത് തട്ടിക്കാണ്ട് കേടെന്ന് പോയത്. അപ്പോൾ അതിൽ ഫ്രൂട്ട്സൊക്കെ വെക്കും. അപ്പോൾ അതൊക്കെ ഞാൻ ഈ സ്റ്റോർ റൂമിലായിട്ടാണ് വെക്കൽ. അതേമാതിരി ഒരു കൊട്ടയിലാണ് നമ്മളെ പാത്രങ്ങളൊക്കെ വെക്കൽ. എന്തെങ്കിലും പ്ലാസ്റ്റിക് പാത്രങ്ങൾ അത് ഒക്കെ. ഇതൊരു റബ്ബർ സീറ്റാണ്. അത് നമ്മൾ തമിഴ്നാട്ടിൽ ഇപ്പോഴൊക്കെ ജോലിയുള്ളത് ഞങ്ങൾ അവിടുന്ന് വരുമ്പോൾ കൊണ്ടുവന്ന സീറ്റാണ്. നല്ല കനാണ് ആ സീറ്റിന്. അപ്പോൾ അവിടെ വേസ്റ്റുകളൊക്കെ പെറുക്കുകയാണ്. അപ്പോൾ വേസ്റ്റുകളൊക്കെ പെറുക്കി അതേപോലെ രാത്രിയല്ല പഠിച്ചു വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി. അപ്പോൾ ഈ ചുരിദാർ ഉമ്മടുത്ത തന്നിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിക്കണമെന്ന് കമൻറ്റിലൂടെ പറയണ്ടേ. ഇനി ഒരു അടുത്ത വീഡിയോയിലേക്ക് വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ കാണുന്ന കുഞ്ഞു ബെല്ലിലേക്കൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലൈക്ക് ചെയ്യാനും മറക്കരുത്.